CPMന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. റഹീമാണ് രാജ്യസഭയിൽ പോവുക CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട്, CPMന്റെ അംഗമായിട്ട്. മറ്റ് വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സർക്കാർ സൗജന്യ കിറ്റ് നിർത്തിയെന്നും റേഷൻ കടകളിൽ പോലും അവശ്യ സാധനങ്ങൾ ഇല്ല എന്നും പ്രതിപക്ഷം നിയമസഭയിൽ ആരോപിച്ചു. എന്നാൽ പൊതുവിതരണ കേന്ദ്രത്തിലെത്തി പരിശോധിക്കാൻ പ്രതിപക്ഷത്തെ ഭക്ഷ്യമന്ത്രി വെല്ലുവിളിച്ചു. പ്രതിപക്ഷം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഔട്ട്ലെറ്റുകളിൽ അദ്ദേഹത്തിന്റെ നാട്ടില് അങ്കമാലിയിലെ ഔട്ട്ലെറ്റിൽ നമുക്ക് ഒരുമിച്ച് പോവാം. ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കാം. കാരണം ഈ അസംബ്ലിക്കകത്ത് പുറത്തു പോയി നഗരത്തിലെ ഏതെങ്കിലും ഒരു സപ്ലൈകോ ഔട്ട്ലെറ്റിൽ പോയി ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയെ സംബന്ധിച്ച് താങ്കൾക്ക് മനസ്സിലാക്കാനും അത് കഴിച്ചു കുറിച്ചു ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് അത്തരത്തിൽ ഇതുപോലൊരു സഭയിൽ വന്ന് അടിസ്ഥാനരഹിതമായി മൈതാന പ്രസംഗം നടത്തുന്ന രീതി ഒട്ടും ശരിയായില്ല. വിലക്കയറ്റം തടയാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിലാണ് ഭരണ പ്രതിപക്ഷ വാക്പോരുണ്ടായത്. TG സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, പ്രതിപക്ഷം നിയമസഭയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വിലക്കയറ്റം സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ വല്ലാത്ത തോതിൽ ബാധിക്കുന്നു എന്ന കാര്യം വ്യക്തമാക്കിയത്? അതിന് എന്തായിരുന്നു ഭരണപക്ഷത്തിന്റെ വിശദമായ മറുപടി? സരീഷ്, സംസ്ഥാനത്ത് വിലക്കയറ്റം രൂക്ഷം, സർക്കാർ ഇടപെടൽ ഇല്ലാതാവുന്നു, ജനങ്ങളേറെ പൊറുതിമുട്ടുന്നു. ഇതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ച കാര്യം. ഇതിൽ സർക്കാരിന്റെ മറുപടി, സർക്കാർ ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ട്. 1851 കോടി സബ്സിഡി വിതരണത്തിന് തന്നെ സർക്കാർ ചിലവഴിച്ചു കഴിഞ്ഞു. പൊതുവിതരണ കേന്ദ്രങ്ങളിൽ ഗുണനിലവാരമുള്ള വസ്തുക്കൾ ലഭ്യമാണ്. ഇക്കാര്യത്തിൽ ഒന്നിച്ചു നിന്ന് പരിശോധിക്കാൻ പ്രതിപക്ഷാംഗങ്ങളെ വെല്ലുവിളിക്കുകയാണ് മന്ത്രി GR അനിൽ ചെയ്തത്. ഇത്തരത്തിൽ സർക്കാർ ഇടപെടൽ വളരെ ഫലപ്രദമാണ് എന്നാണ് മന്ത്രി വായിച്ചത്. പക്ഷേ ഈ വിഷയത്തിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത് സംസ്ഥാനത്ത് വിലക്കയറ്റം രൂക്ഷമാണ്, പൊതുവിപണിയിൽ ഇടപെടാൻ സർക്കാരിന് കഴിയുന്നില്ല, മൊത്ത വിതരണക്കാർ തോന്നുന്നപടി വില കൂട്ടുന്നു, സംസ്ഥാനത്ത് പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും വ്യാപകമാണ്, സർക്കാർ നോക്കുകുത്തിയാകുന്നു. ഇതൊക്കെയാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ച കാര്യം. മന്ത്രി വേണ്ടത്ര വിഷയങ്ങളെ പഠിച്ചുകൊണ്ട് മറുപടി നൽകാൻ തയ്യാറാവുന്നില്ല. മറിച്ച് ഈ വിഷയത്തിൽ മന്ത്രി കാര്യങ്ങളെ ലഘുവായി കണ്ടുകൊണ്ട് പരാമർശിക്കുന്നു തുടങ്ങിയായിരുന്നു പ്രതിപക്ഷ നേതാവും ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ വിപണി ഇടപെടലിൽ ചില വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി വാദിച്ചു. അതേസമയം ഇന്ധന വിലക്കയറ്റം മൂലം വിപണിയിൽ ചില വിലവർദ്ധനവുണ്ടായിട്ടുണ്ട്. അത് ഇന്ധന വിലവർദ്ധന മൂലമാണ്. അത് കാര്യമായി പ്രതിഫലിക്കാതിരിക്കാൻ സർക്കാർ മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നതായിരുന്നു മന്ത്രിയുടെ മറുപടി. തുടർന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. എന്തായാലും സംസ്ഥാനത്തെ വിലക്കയറ്റം, ആ വിലക്കയറ്റത്തെ തുടർന്നുണ്ടാകുന്ന പ്രതിസന്ധികൾ, ഇതിൽ സർക്കാർ നടത്തിയ നേട്ടങ്ങൾ, ഇതാണ് ഭരണ പ്രതിപക്ഷങ്ങൾ. സജിത്ത്, നിയമസഭയിൽ അതിനുശേഷം എന്താണ് നടന്നത്? ഇപ്പോഴെന്താണ് കാര്യങ്ങൾ? എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്താണ് ഇപ്പോഴത്തെ വിഷയങ്ങൾ? സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ്. അത് സബ്മിഷനിലൂടെ പ്രതിപക്ഷ നേതാവാണ് ഉന്നയിക്കുന്നത്. അതായത് തിരുവനന്തപുരം ലോ കോളേജിൽ KSU പ്രവർത്തകർക്ക് നേരെ SFI പ്രവർത്തകരുടെ അതിക്രമം ഉണ്ടായ വിഷയമാണ്. ഇതടക്കം സംസ്ഥാനത്തെ പല കോളേജുകളിലും KSU പ്രവർത്തകർക്ക് നേരെ അക്രമം നടക്കുന്നു. ഈ വിഷയങ്ങളിൽ പോലീസ് നോക്കുകുത്തിയാകുന്നു. പലയിടങ്ങളിലും SFI പ്രവർത്തകരെയും ഗുണ്ടകളെയും തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയാണ്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകി ഇവരെ നിയന്ത്രിക്കാൻ തയ്യാറാവണം. ആളുമാറി ആളുകളെ ആക്രമിക്കുന്ന നിലപാടിലേക്ക് പോലീസ് പോകുന്നു. ഇത്തരത്തിൽ പോലീസിന്റെ പരാജയവും SFI പ്രവർത്തകർ നടത്തിയ അതിക്രമവും അടക്കമാണ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്നത്. പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷന് മുഖ്യമന്ത്രി ഇപ്പോൾ മറുപടി പറയുകയാണ്. ഈ വിഷയത്തിൽ പോലീസിനെ ന്യായീകരിച്ചുകൊണ്ട് ഉള്ള നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. അക്രമങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് SFI വളർന്നത്. പ്രബലമായ വിദ്യാർത്ഥി സംഘടനയെ പ്രതിപക്ഷ നേതാവ് അപമാനിക്കുകയാണ് ചെയ്തത് എന്നതാണ് ഇന്ന് സഭയിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ച കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന് ഉറഞ്ഞു തുള്ളുന്ന KSUക്കാരന്റെ രീതിയാണ്. വിദ്യാർത്ഥി സംഘർഷമുണ്ടായി, KSU SFI സംഘർഷമായിരുന്നു തുടങ്ങിയവയാണ് മുഖ്യമന്ത്രി ഇന്നലെ ഉണ്ടായ സംഭവങ്ങളെ മുഖ്യമന്ത്രി സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിശദീകരിക്കുന്നത്. ശരി, കൂടുതൽ വിവരങ്ങൾക്ക് തിരിച്ചെത്തിക്കൊള്ളാം സജിത്ത്.